കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് ഉയർപ്പിൻ്റെ ദിനം. ശനിയാഴ്ച ഓവർ ടൈം ഡ്യൂട്ടിക്ക് പോയ ശേഷം ക്ലോക്കിലെ സൂചി 12 എത്തിയപ്പോഴാണ് ചാക്കോച്ചൻ ഉറങ്ങാൻ കിടന്നത്. പകലിൻ്റെ അലച്ചിലിൻ്റെ ക്ഷീണവും സമയദൈർഘ്യത്താൽ കൺപോളകളുടെ ഭാരവും പെട്ടെന്നുള്ള ഉറക്കത്തിന് കാരണമായി. ദിവസവും ജോലിക്ക് പോകാറുള്ളതിനാൽ അലാരം 5:30 തന്നെ വച്ചു. ടൈം പീസ് കൃത്യനിർവഹണം നടത്തിയപ്പോൾ ഞെട്ടി ഉണർന്നെങ്കിലും ഞായറാഴ്ചയാണല്ലോ എന്ന് കരുതി ഘടികാര ബട്ടൺ അമർത്തി വീണ്ടും കടന്നു. ഉണർന്നപ്പോൾ സമയം 8:30. പ്രഭാത കൃത്യങ്ങൾക്ക് 15 മിനിറ്റ്. ചാക്കോച്ചന് കാപ്പി കുടിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നതിനാൽ 8:30 തുടങ്ങുന്ന സൺഡേ സ്കൂളിന് 9 മണിക്കെങ്കിലും ചെന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെ ഭയന്ന് ഉപവാസം നടത്തിപ്പോന്നു. സഭാ ഹാളിലേക്ക് പോകും വഴി ഏറ്റവും പാവപ്പെട്ട ഒരു സഹോദരി ബൈബിളുമായി 10 മണിക്ക് ആരംഭിക്കുന്ന സഭായോഗത്തിന് നേരത്തെ പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരു കുറ്റബോധം തോന്നി. സഭാ ഹാളിലെത്തിയപ്പോൾ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നു. പാഠം ഒരു പ്രാവശ്യം പോലും തുറന്നു നോക്കാതെ ചാക്കോച്ചൻ ക്ലാസ്സിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഭയം തോന്നി. എങ്കിലും 7 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരാളെ വന്നുള്ളൂ എന്ന് ചാക്കോച്ചൻ അറിഞ്ഞപ്പോൾ ആശ്വാസമായി. കുട്ടികൾ ചുരുക്കമായതിനാൽ സൺഡേ സ്കൂൾ നേരത്തെ അവസാനിച്ചു. 9:45 ആയപ്പോൾ കാർമേഘം ഇരുണ്ടുകൂടി കോരിച്ചൊരിഞ്ഞ് മഴ തുടങ്ങി. അപ്പോൾ സഭായോഗം ഉപേക്ഷ വിചാരിക്കാതെ ചില സഹോദരന്മാർ നേരത്തെ എത്തിയിരുന്നു. 10 മണിക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോഴേക്കും സഭയിലെ പ്രമുഖ വ്യക്തികളിൽ ചിലർ തങ്ങളുടെ സ്ഥിര സ്ഥലത്ത് വന്നിരുന്നു. പ്രാർത്ഥനാ സമയത്തും സങ്കീർത്തന സമയത്തും മൂപ്പന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ആഗമനം അവരുടെ വാഹന ശബ്ദങ്ങളിൽ കൂടി അറിഞ്ഞുകൊണ്ടിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസമേ അവധിയുള്ളൂ. അന്ന് തന്നെ എന്തൊക്കെ പ്രോഗ്രാമുകളാണെന്നോ. മക്കളുടെ വിവാഹാലോചന, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുക, ജോലിസ്ഥലത്തേക്ക് മകൻ്റെ യാത്രാപാട്, എന്തിനേറെ പറയുന്നു വീട് വൃത്തിയാക്കലും. ഇപ്പോൾ ഞായറാഴ്ചയാണ്. കൂടാതെ മഴയും കൂടെ ആയപ്പോൾ ആരാധന പലരും വീട്ടിലാക്കി. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന വാക്യത്തെ ആസ്പദമാക്കി പാസ്റ്റർ പ്രബോധനം അറിയിച്ചതിന് ശേഷം തിരുവത്താഴ് ശുശ്രൂഷ ഉള്ളതിനാൽ സാക്ഷ്യം ആരംഭിക്കുകയാണ്. ഈ സമയം പ്രായമുള്ളവർ കസാരയിൽ കയറിയിരുന്നു. ചിലർ സാക്ഷ്യം പറയുന്നു. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു. മുൻവശത്തുള്ള ഉപകരണങ്ങളിൽ പിടിവലി, പുറത്ത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, കൂടെ സാക്ഷ്യം പറയുന്നവരുടെ അവ്യക്തമായ സ്വരങ്ങളും. ഇടയ്ക്കിടെ പാട്ടുകളുമായി 12-15 വരെ നീണ്ടു. സ്തോത്രകാഴ്ച സമയം പലരും ഉറക്കമുണർന്നു. ഒരാഴ്ചത്തെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്നും കുറച്ച് ചില്ലറ നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പാസ്റ്റർ പ്രസംഗം തുടങ്ങി. യോഗസ്ഥലത്തിരുന്ന് ഉറങ്ങിയ യൂത്തിക്കോസിനെ പറ്റി പരാമർശിച്ചപ്പോൾ അതുവരെ സുഖമായി ഉറങ്ങിയവർ എല്ലാം സ്തോത്രം പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ മനസ്സിൽ ചെടിയുണർന്നു. എബ്രായർ 16:24 കാണുന്ന പ്രകാരം സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മാസത്തിലൊരിക്കൽ ആരാധനയ്ക്ക് വരുന്നവരും ആമേൻ പറഞ്ഞു. ഇതിനിടയിലും ആരാധനയ്ക്കും കൂട്ടത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ജനം ഹൃദയ നടുക്കത്തോടും കണ്ണീരോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചാക്കോച്ചൻ്റെ മനസ്സിൽ കുറ്റബോധം ശക്തമായി തുടങ്ങി. പ്രസംഗാനന്തരം ഏറെ നാളായി മുഖത്തോട് മുഖം നോക്കാതെയും കൈ കൊടുക്കാതെയും പോകുന്ന പലരും കർത്തൃമേശ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ആത്മാർത്ഥതയുടെ ആഴത്തെപ്പറ്റിയും ചിന്തിക്കാതിരുന്നില്ല. മറുഭാഗത്ത് കുറ്റബോധത്തോടെ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനം. ഇതൊക്കെയും ചാക്കോച്ചൻ്റെ മനസ്സിൽ തിരമാലകൾ പോലെ കടന്നുപോയി. ഇതിൽ ഞാൻ ഏതു കൂട്ടത്തിൽ പെടുമെന്ന ചിന്ത ചാക്കോച്ചനെ ഫലിച്ചു തുടങ്ങി. ഇനി ഞാൻ അങ്ങനെയാവില്ല. കൃത്യനിഷ്ഠതയിൽ നിരപ്പ് വരുത്തേണ്ടയിടത്ത് നിരപ്പ് വരുത്തും. ദശാംശം കൃത്യമായി കൊടുക്കും എന്ന തീരുമാനം മനസ്സിൽ പറയുമ്പോഴും പാസ്റ്റർ അനൗൺസ്മെൻറ്റ് നടത്തുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് പരസ്യയോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിന് പോകാമെന്ന് തീരുമാനിച്ചു. യോഗം 1 മണിക്ക് തന്നെ തീർന്നുവെങ്കിലും പലരും കുശലം പറഞ്ഞ് താമസിച്ചാണ് പിരിഞ്ഞു പോയത്.
അടുത്ത ഉയർപ്പിൻ ദിനത്തിൽ പുതിയ ആവേശവുമായി യോഗത്തിന് വന്നപ്പോൾ 90 പേരുള്ള സഭയിൽ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.